നമസ്കാരം. നേപഥ്യയുടെ 16ാമത് കൂടിയാട്ട മഹോത്സവത്തിന് ഇന്ന് തിരിതെളിയുകയാണ്. ഓഗസ്റ്റ് 29 വരെ നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവത്തിൽ 7ാം നൂറ്റാണ്ടിൽ രചിച്ച മഹേന്ദ്ര വിക്രമവർമ്മൻ്റെ പത്തവിലാസം പ്രഹസനവും ഭാസൻ്റേതെന്ന് കരുതപ്പെടുന്ന പ്രതിമാ നാടകത്തിൻ്റെ 4ാം അംഗമായ അടവ്യംഗവുമാണ് അവതരിപ്പിക്കുന്നത്. മതങ്ങളുടെ നിരർത്ഥകതയെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന പത്തവിലാസത്തിലെ സംഭാഷണങ്ങൾക്ക് മുദ്രാഭിനയം മാത്രം മതിയാകില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലെ കപാലിയും ബുദ്ധഭിക്ഷുവും തമ്മിലുള്ള സംഭാഷണങ്ങൾ ഭാഷയിലൂടെയാണ് രംഗാവതരണത്തിൽ വിവൃതമാകുന്നത്. ഇത് മുൻവർഷം നടത്തിയ പ്രതിമാംഗത്തിലെ വിഷ്കംഭത്തിലെ ഒരു ഭാഗം 2 കഥാപാത്രങ്ങൾ മലയാളത്തിൽ സംഭാഷണം ചെയ്തുകൊണ്ടാണ് അവതരിപ്പിച്ചിരുന്നത്. അതിൻ്റെ ബലത്തിലാണ് ഇങ്ങനെയൊരു പരീക്ഷണത്തിന് ഞാൻ മുതിർന്നത്. ഒരുപക്ഷെ സ്ഥാപനയടക്കം പത്തവിലാസത്തിൻ്റെ സമ്പൂർണമായ അവതരണം കൂടിയാട്ടത്തിൻ്റെ രംഗവേദിയിൽ സംഭവിക്കുന്നത് ഇതാദ്യമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു അവതരണം അടവ്യംഗമാണ്. രാമായണത്തിലെ സഹോദര സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമായി എല്ലാവരും പറയാറുള്ള പാതുക പട്ടാഭിഷേകം എന്ന ഭാഗമാണ് ഇതിൻ്റെ ഇതിവൃത്തം. വളരെ പ്രസിദ്ധമായ ശ്ലോകങ്ങളും വികാരനിർഭരമായ രംഗങ്ങളുമാണ് ഇതിലുള്ളത്. 2 നൂറ്റാണ്ടിന് ശേഷം വീണ്ടും കൂടിയാട്ടത്തിൻ്റെ അരങ്ങിലേക്ക് അടവ്യാംഗം വരികയാണ്. പ്രതിമാ നാടകം സമ്പൂർണമായി കൂടിയാട്ടത്തിൻ്റെ രംഗവേദിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി നടത്തുന്ന അവതരണത്തിൻ്റെ ഭാഗമാണ് ഈ അടവ്യംഗത്തിൻ്റെയും അവതരണം. കലാകുതുകികളായ എല്ലാ സഹൃദയരെയും നേപഥ്യയുടെ കൂത്തമ്പലത്തിലേക്ക് മൂഴിക്കുളത്ത് നടക്കുന്ന ഈ കൂടിയാട്ട മഹോത്സവത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.